പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 മെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ വർഷം 7/5/2023 നടത്തുമെന്നാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ മാർക്ക് 720 ആണ്. കഴിഞ്ഞ വർഷം 596 മാർക്ക് വരെ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെന്റ് കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ഫെബ്രുവരി ആദ്യ വാരമെങ്കിലും ഉണ്ടാകുമെന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ കൃത്യമായിട്ടുള്ള അപ്ലൈ ഓൺലൈൻ വെബ്സൈറ്റ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ നൽകുന്നതാണ്. നീറ്റ് എക്സാമിനേഷൻ വഴി MBBSനും BDSനും മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിൽ ദേശീയ പ്രാധാന്യമുള്ള 11ഓളം സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗിനും അതുപോലെ കേരളത്തിൽ ആയുർവേദ, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള 11ഓളം മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓൾ ഇന്ത്യ തലത്തിൽ MBBSനും BDSനും അതുപോലെ BSc നഴ്സിംഗിനും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ശേഷം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ്. സമയമാകുമ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ കേരളത്തിൽ MBBSനും BDSനും ഗവൺമെന്റ് കോളേജിലും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും MBBSനും BDSനും മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത് കൊണ്ട് മാത്രം അഡ്മിഷൻ ലഭിക്കുന്നതല്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കേരള എൻട്രൻസ് കമ്മീഷനുടെ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് നീറ്റ് എക്സാമിൽ ലഭിച്ച സ്കോർ ഈ ഒരു വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്ത് നൽകേണ്ടതുമുണ്ട്. അതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി അപ്ലിക്കേഷൻ ഫെബ്രുവരി അവസാനം ആരംഭിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ മെഡിക്കൽ അഡ്മിഷൻ കേരളത്തിൽ ലഭിക്കേണ്ട വിദ്യാർത്ഥികൾ 2 അപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ നീറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു അപ്ലിക്കേഷൻ, അതുപോലെ കേരളത്തിൽ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മറ്റൊരു അപ്ലിക്കേഷനും നൽകേണ്ടതാണ്. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി അപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. എൻട്രൻസ് എക്സാമിനേഷനൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നീറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് എത്ര എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം. ഫോട്ടോയുടെ താഴെയായി വിദ്യാർത്ഥിയുടെ പേരും അതുപോലെ ഫോട്ടോ എടുത്ത ഡേറ്റും ഉണ്ടായിരിക്കണം. 6 മാസത്തിനകം എടുത്ത ഫോട്ടോ ആയിരിക്കും. വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഒരേ ഫോട്ടോ തന്നെ 2 സൈസിൽ വേണം. പാസ്പോർട്ട് സൈസിലും വേണം, അതുപോലെ പോസ്റ്റ് കാർഡ് സൈസിലും വേണ്ടതാണ്. അതുപോലെ രണ്ടാമതായിട്ട് വേണ്ടത് വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചറാണ്. ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകുന്നതാണ്. ഇനി വേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാ വിദ്യാർത്ഥികളുടെയും 10 കൈവിരലുകളുടെയും ഫിംഗർ പ്രിന്റ് ഇംപ്രഷൻ വേണ്ടതാണ്. ഇത് എങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ നൽകുന്നതാണ്. ഈ പറഞ്ഞ ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ അതുപോലെ സിഗ്നേച്ചർ എന്നിവ എല്ലാ വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഇനി റിസർവേഷൻ ഉള്ള വിഭാഗം വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. OBC വിഭാഗം വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത് മതിയാകുന്നതല്ല. താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാർ വിദ്യാഭ്യാസ ആവശ്യത്തിന് നൽകുന്നത് വേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിലേത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, NCL സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്ന് ഉറപ്പുള്ളവർ ആണ് എങ്കിൽ, അതായത് 8 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ വാർഷിക കുടുംബ വരുമാനമെങ്കിൽ അവർക്കെല്ലാം NCL സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്ത് നൽകിയാലും മതിയാകുന്നതാണ്. NCL സർട്ടിഫിക്കറ്റിന് പകരമായി വെബ്സൈറ്റിൽ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും അതുപോലെ വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചർ അതുപോലെ രക്ഷിതാവിൻ്റെ സൈനും അടങ്ങിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ ലഭിക്കും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകിയാലും മതിയാകും. പിന്നീട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ മെഡിക്കൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ NCL സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാകുന്നതാണ്. NCL സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷമാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആയിരിക്കണം. NCL സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് പ്രോസ്പെക്ടസിൽ ഉണ്ടാകുന്നതാണ്. അത് തന്നെ ഉപയോഗപ്പെടുത്തണമെന്നില്ല. നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായി ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത്. ഇത് അക്ഷയ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഇത് താലൂക്ക് ഓഫീസിൽ പോയി തഹസിൽദാർ നേരിട്ട് നൽകുന്നതാണ്. നിങ്ങൾ നേരിട്ട് പോയി വാങ്ങിക്കേണ്ടതാണ്. EWS സർട്ടിഫിക്കറ്റിന്റെയും കാലാവധി 1 വർഷം മാത്രമാണ്. ഇതും നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് നൽകൽ നിർബന്ധമുള്ള കാര്യമല്ല. ഇത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ നൽകിയാലും മതിയാകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡിക്ലറേഷൻ നിങ്ങളുടെ ഫോട്ടോ പതിച്ച് അതിൽ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകിയാലും മതിയാകുന്നതാണ്. ഇതിൻ്റെയും ഡിക്ലറേഷൻ ഫോം പ്രോസ്പെക്ടസിൽ ഉണ്ടാകുന്നതാണ്.
ഇനി SC അതുപോലെ ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതല്ല, താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം. അത് അക്ഷയ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. നീറ്റ് ആപ്ലിക്കേഷനിൽ കാസ്റ്റ് പ്രകാരം OBC, EWS, SC, ST എന്നീ റിസർവേഷനുകൾ മാത്രമാണുള്ളത്. OEC റിസർവേഷൻ ഇവിടെ ഇല്ല. പല OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളും OBCയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ 40% വൈകല്യമുണ്ട് എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീസ് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഒരു റിസർവേഷനും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 1600 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ആപ്ലിക്കേഷൻ ഫീസ് വന്നിരുന്നത്. അതേസമയം റിസർവേഷനുള്ള OBC, NCL വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ അതുപോലെ ജനറൽ EWS വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 1500 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഫീസ് വന്നിരുന്നത്. ഇതിന്റെ പുറമെ വരുന്ന SC, ST, വികലാംഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം 900 രൂപയായിരുന്നു ഫീസ് വന്നിരുന്നത്. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി മെഡിക്കലിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകളും ഫീസ് എത്രയാണ് വരിക എന്നുള്ള കാര്യവും മറ്റൊരു വീഡിയോ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ വർഷത്തെ കേരള ഓൾ ഇന്ത്യ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള പരമാവധി അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.